വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റില്ലാത്ത ഒരു ഭാഗമാണ് കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ എന്നത്. കേരളത്തിന്റെ ഭൂപ്രകൃതിയെ പ്രധാനമായും 3ആയി തരംതിരിച്ചിരിക്കുന്നു. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിവയാണ് ആ ഒരു ക്ലാസിഫിക്കേഷൻ. എല്ലാവർക്കും PSC ഷുവർ ഷോട്ട്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ മലനാട് 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ്. 900 മീറ്റർ ആണ് ഇവയുടെ ശരാശരി ഉയരം. ഇഞ്ചി, ഏലം തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങൾ, തേയില, കാപ്പി എന്നിവയാണ് ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ. കേരളത്തിന്റെ കിഴക്കൻ പ്രദേശത്ത് കാണപ്പെടുന്ന ഈ ഭൂപ്രകൃതി വിഭാഗം പശ്ചിമഘട്ടത്തിന്റെ അല്ലെങ്കിൽ സഹ്യപർവ്വതത്തിന്റെ ഭാഗമാണ്. 900 മീറ്റർ ആണ് കേരളത്തിലെ മലനാടിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത്. കേരള ഭൂപ്രകൃതിയുടെ 48% ഉൾക്കൊള്ളുന്നതാണ് മലനാട്. അടുത്തതായി ഇടനാട്. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട്. കേരള ഭൂപ്രകൃതിയിൽ 42% ഉൾക്കൊള്ളുന്നതാണ് ഇടനാട്. റബ്ബർ, തെങ്ങ് തുടങ്ങിയവയാണ് ഈ പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട കാർഷിക വിളകൾ. അടുത്ത ഭൂപ്രകൃതി വിഭാഗമാണ് തീരപ്രദേശം. മലനാടിനും ഇടനാടിനും ശേഷം കാണപ്പെടുന്ന പടിഞ്ഞാറ് ഭാഗത്ത് ഉൾക്കൊള്ളുന്നവയാണ് തീരപ്രദേശങ്ങൾ. കേരള ഭൂപ്രകൃതിയുടെ 10% ഉൾക്കൊള്ളുന്ന തീരപ്രദേശം 580 മീറ്ററോളം വ്യാപിച്ചു കിടക്കുന്നു. തെങ്ങ്, നെല്ല് തുടങ്ങിയവയാണ് ഈ പ്രദേശങ്ങളിലെ കാർഷിക വിളകൾ. ഇനിയും ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോസിന് വേണ്ടി ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.